أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا استعينوا بالصبر والصلاة إن الله مع الصابرين. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നിങ്ങളിപ്പോൾ കേട്ടത് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിലെ 154-ാമത്തെ വചനമാണ്. അതിൽ അല്ലാഹു പറയുന്നു, വിശ്വസിച്ചവരെ നിങ്ങൾ സഹനവും പ്രാർത്ഥനയും വഴി സഹായം തേടുവിൻ. നിശ്ചയമായും അല്ലാഹു സഹനശീലരുടെ കൂടെയാകുന്നു. ഈ ആയത്തിന്റെ തഫ്സീറിന്റെ ഒരു ഭാഗം കഴിഞ്ഞ ദർസിൽ കേൾപ്പിച്ചതാണ്. തുറന്നുകൊണ്ട് സയ്യിദുനാ ഹദ്റത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, സൂറത്തുൽ ഫാത്തിഹയിൽ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, ഞങ്ങൾ നിന്നോട് മാത്രം ആരാധിക്കുന്നു, ഞങ്ങൾ നിന്നോട് മാത്രം സഹായമർത്ഥിക്കുകയും ചെയ്യുന്നു എന്ന് പറയാൻ നമ്മോട് നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ സഹായം ഏത് രീതിയിലാണ് ലഭിക്കുക എന്നതിൻ്റെ രഹസ്യം അള്ളാഹു ഈ സൂക്തത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നു. ആ മാർഗങ്ങൾ താഴെ പറയുന്നവയാണെന്ന് അള്ളാഹു പറയുന്നു. ഒന്നാമതായി, മതത്തിൻ്റെ പാതയിൽ നേരിടേണ്ടി വരുന്ന പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും നിങ്ങൾ ചെയ്യേണ്ടി വരുന്ന ത്യാഗങ്ങളിലും പരിഭ്രമിക്കരുത്. രണ്ടാമതായി, അള്ളാഹു നിങ്ങളെ വിലക്കിയിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് പൂർണ്ണമായി വിട്ടുനിൽക്കുക. മൂന്നാമതായി, ദൈവസാമീപ്യം ലഭിക്കാൻ ആവശ്യമായ ത്യാഗങ്ങൾ ഉപേക്ഷിക്കരുത്, അവയിൽ സ്ഥിരതയും നിത്യതയും പുലർത്തുക. നാലാമതായി, നിങ്ങളുടെ ത്യാഗങ്ങൾക്ക് അള്ളാഹു ഉത്തമമായ ഫലങ്ങൾ നൽകാനും അവ സ്വീകരിച്ചുകൊണ്ട് നിങ്ങൾക്ക് വിജയം നൽകാനും പ്രാർത്ഥിക്കുക. അഞ്ചാമതായി, ദരിദ്രരോട് സഹാനുഭൂതിയും കരുണയും കാണിക്കുക. ദൈവത്തിൻ്റെ സൃഷ്ടികൾക്ക് ആശ്വാസം നൽകുന്നതിലൂടെ അള്ളാഹു നിങ്ങളിൽ പ്രസന്നനാകും. ആറാമതായി, നിങ്ങളുടെ വീഴ്ചകൾക്ക് അള്ളാഹുവിനോട് നിരന്തരം മാപ്പിരക്കുക. ഏഴാമതായി, പ്രവാചകന്മാരുടെ മേൽ ദുറൂദ് അതായത് സ്വലാത്ത് ചൊല്ലുക. കാരണം അവരിലൂടെയാണ് നിങ്ങൾക്ക് അള്ളാഹുവിലേക്ക് എത്താനുള്ള തൗഫീഖ് ലഭിച്ചത്. എട്ടാമതായി, അള്ളാഹുവിൻ്റെ മതത്തിൽ അടിയുറച്ചു നിൽക്കാൻ പരിശ്രമിക്കുക. ഒൻപതാമതായി, ആരാധനകളിൽ ദൃഢമായി നിലകൊള്ളുക. വിജയം കൈവരിക്കുന്നതിനായി അള്ളാഹു വിവരിച്ചു തന്ന കാര്യങ്ങളാണിവ. അതിനാൽ അള്ളാഹുവിൻ്റെ സഹായവും പിന്തുണയും ആഗ്രഹിക്കുന്ന ഏതൊരാളും ഈ 9 കാര്യങ്ങൾ പ്രവർത്തിക്കേണ്ടത് അനിവാര്യമാണ്. വെറുതെ നാവുകൊണ്ട് ദൈവമേ എന്നെ സഹായിക്കണേ എന്ന് പറയുന്നതിൽ മാത്രം അർത്ഥമില്ല. സഹായം ലഭിക്കണമെങ്കിൽ ആദ്യം ഈ മാർഗങ്ങൾ അവലംബിക്കണം. പ്രയാസങ്ങളിൽ പരിഭ്രമിച്ച് നിരാശനാവുകയും എന്നിട്ട് തന്നെ സഹായിക്കാൻ ആകാശത്തു നിന്ന് മലക്കുകൾ ഇറങ്ങി വരുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നവൻ ഒരിക്കലും ദൈവസഹായം നേടുന്നതിൽ വിജയിക്കില്ല. അള്ളാഹുവിൻ്റെ കൽപ്പനകളെ അവഗണിക്കുകയും അതേസമയം മലക്കുകളുടെ സഹായം പ്രതീക്ഷിക്കുകയും ചെയ്യുന്നവനും ഒരിക്കലും വിജയിക്കില്ല. ത്യാഗങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയും അള്ളാഹു ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നതിൽ പരാജയപ്പെടുകയും ചെയ്യുന്ന ഒരാൾ ഒരിക്കലും വിജയിക്കുകയില്ല. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാത്തവനും അവൻ്റെ സന്നിധിയിൽ വിനയാന്വിതനായി കണ്ണീരൊഴുക്കാത്തവനും എന്നിട്ടും അവൻ്റെ അത്ഭുതകരമായ പിന്തുണ പ്രതീക്ഷിക്കുന്നവനും ഒരിക്കലും വിജയിക്കില്ല. ദീനിപരമായ കാര്യങ്ങളിൽ താല്പര്യം കാണിക്കാത്തവനും അതിൻ്റെ പുരോഗതിക്കായി സഹായിക്കാത്തവനും ശത്രുക്കൾക്കെതിരായ പോരാട്ടത്തിൽ ഒരിക്കലും വിജയിക്കില്ല. അഗതികളോടും ദരിദ്രരോടും കരുണ കാണിക്കാത്തവനും അവരുടെ പ്രയാസങ്ങൾ ദൂരീകരിക്കാൻ കൈത്താങ്ങാവാത്തവനും സ്വന്തം കഷ്ടപ്പാടുകളുടെ സമയത്ത് അള്ളാഹുവിൻ്റെ സഹായം നേടുന്നതിൽ ഒരിക്കലും വിജയിക്കില്ല. അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരുടെ മേൽ സലാത്ത് ചെല്ലാത്തവനും അവർക്കായി പ്രാർത്ഥിക്കാത്തവനും അവരോടുള്ള നന്ദി ഹൃദയത്തിൽ സൂക്ഷിക്കാത്തവനും അള്ളാഹുവിൻ്റെ സഹായം ലഭിക്കാൻ ഒരിക്കലും അർഹനാവില്ല. തൻ്റെ ആയുസ് മുഴുവൻ ആരാധനയ്ക്കും ദീനീ സേവനത്തിനുമായി സമർപ്പിക്കാത്ത ഒരാൾക്ക് അള്ളാഹുവിൻ്റെ ഉന്നതമായ സാമീപ്യം സിദ്ധിക്കുകയില്ല. ഇനി ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം പ്രവർത്തിച്ചിട്ടും ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന വിനയത്തിനു പകരം സ്വന്തം കർമ്മങ്ങളിൽ അഹങ്കരിക്കുന്നവനും അള്ളാഹുവിൻ്റെ സഹായം നേടുന്നതിൽ വിജയിക്കില്ല. ജനങ്ങൾ നാവുകൊണ്ട് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് പറയുന്നുണ്ടെങ്കിലും ഈ സഹായം തേടുന്നതിനോടൊപ്പം എന്തൊക്കെ കാര്യങ്ങൾ ആവശ്യമാണെന്ന് അവർക്കറിയില്ല. പണം അയക്കാൻ പോസ്റ്റ് ഓഫീസിൽ പോകുന്നവർ ഒരു മണി ഓർഡർ ഫോം കൂടെ കരുതാറുണ്ട്. കാരണം ആ ഫോം പൂരിപ്പിക്കാതെ പണം അയക്കാൻ കഴിയില്ലെന്ന് അവർക്കറിയാം.
കത്തയക്കാൻ പോകുമ്പോൾ അവർ അതിൽ സ്റ്റാമ്പ് പതിക്കുന്നു, ഇല്ലെങ്കിൽ അത് സ്വീകരിക്കപ്പെടില്ല. വിദ്യാലയത്തിൽ ചേരുമ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് നിശ്ചയിച്ച ഫോം അവർ പൂരിപ്പിക്കുന്നു. പരീക്ഷയ്ക്കായി യൂണിവേഴ്സിറ്റി ഫോം പൂരിപ്പിക്കുമ്പോൾ അതിൽ ചെറിയൊരു തെറ്റ് പറ്റിയാൽ പോലും തങ്ങളുടെ കരിയർ തകരുമോ എന്ന് ഭയന്ന് അവരുടെ ഹൃദയം പടപടക്കുന്നു. എന്നാൽ അള്ളാഹുവിനോട് യാതൊരു നിബന്ധനകളും പാലിക്കാതെയും ഒരു ഫോമും പൂരിപ്പിക്കാതെയും അവർ ചോദിക്കുന്നു, നാഥാ, നിന്റെ മലക്കുകളുടെ സൈന്യത്തെ അയച്ച് ഞങ്ങളെ സഹായിക്കണമേ എന്ന്. ഇവിടെയും ഒരു ഫോം ആവശ്യമാണെന്ന കാര്യം അവർ അറിയുന്നില്ല. ആ ഫോം പൂരിപ്പിച്ച് അതിൽ ഒപ്പിടാത്ത കാലത്തോളം അള്ളാഹുവിൻ്റെ സഹായം ലഭിക്കുകയില്ല. ആ ഫോമാണ് സബറും സലാത്തും, അതായത് ക്ഷമയും പ്രാർത്ഥനയും. സബറിൻ്റെയും സലാത്തിൻ്റെയും ഫോമിൽ നിങ്ങൾ ഒപ്പിടാത്തിടത്തോളം അള്ളാഹുവിൻ്റെ സഹായം നിങ്ങൾക്ക് ലഭിക്കുകയില്ല. ഇന്നല്ലാഹ മഅസ്സാബിരീൻ, തീർച്ചയായും അള്ളാഹു ക്ഷമിക്കുന്നവരുടെ കൂടെയാണ്, സഹനം കൈക്കൊള്ളുന്നവരുടെ കൂടെയാണ്. ഈ ഭാഗത്ത് അള്ളാഹു സലാത്ത് എന്ന വാക്കിനെ ഒഴിവാക്കി അസ്സാബിരീൻ എന്ന വാക്ക് മാത്രമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മഅസ്സാബിരീൻ, മഅൽ മുസല്ലീൻ, നമസ്കരിക്കുന്നവരുടെ കൂടെ എന്ന് അള്ളാഹു പറഞ്ഞിട്ടില്ല. ഇതിൻ്റെ കാരണം ഇവിടെ സാബിർ, ക്ഷമിക്കുന്നവൻ എന്ന പദത്തിന് അടിയുറച്ചു നിൽക്കുന്നവൻ അല്ലെങ്കിൽ സ്ഥിരതയുള്ളവൻ എന്നൊരു അർത്ഥം കൂടിയുണ്ട് എന്നതാണ്. ഈ സ്ഥാനത്ത് സാബിർ എന്നത് വെറും ക്ഷമയെ മാത്രമല്ല, മറിച്ച് ക്ഷമയെയും പ്രാർത്ഥനയെയും ഒരേപോലെ പ്രതിനിധീകരിക്കുന്നു. അതുകൊണ്ട് അള്ളാഹു ക്ഷമിക്കുന്നവരുടെ കൂടെയാണ് എന്നതിനർത്ഥം ക്ഷമയിലും സഹനത്തിലും പ്രാർത്ഥനയിലും ഒരുപോലെ അചഞ്ചലമായി ഉറച്ചു നിൽക്കുന്നവരുടെ കൂടെയാണ് അവൻ എന്നാണ്. കാരണം സ്ഥിരതയോടെയും അടിയുറച്ച വിശ്വാസത്തോടെയും നടത്തുന്ന പ്രാർത്ഥനകൾ മാത്രമേ സ്വീകരിക്കപ്പെടുകയുള്ളൂ. ചുരുക്കത്തിൽ, ക്ഷമിക്കുന്നവരുടെ കൂടെ അള്ളാഹു ഉണ്ട് എന്ന് പറയുന്നതിൻ്റെ സാരം ഇതാണ്. ക്ഷമയുടെയും പ്രാർത്ഥനയുടെയും മാർഗങ്ങൾ നിങ്ങൾ സ്ഥിരതയോടെ ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ വിജയിക്കുക തന്നെ ചെയ്യും. കുറച്ചുനാൾ കഷ്ടപ്പാടുകൾ സഹിച്ചതിനു ശേഷം അള്ളാഹു ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നില്ല, അവനെ വിളിച്ച് വിളിച്ച് ഞങ്ങൾ മടുത്തു, ഇനി പ്രാർത്ഥിച്ചിട്ട് എന്ത് കാര്യം എന്ന് പറയുന്നവർക്കുള്ള ഒരു ഉപദേശമാണ് ഈ സൂത്രത്തിൽ അടങ്ങിയിരിക്കുന്നത്. ചിലർക്ക് ഇത്തരം സാഹചര്യങ്ങളിൽ വലിയ പതർച്ച സംഭവിക്കുകയും അവർ ദൈവത്തിൻ്റെ അസ്തിത്വത്തെ പോലും നിഷേധിക്കുകയും ചെയ്യുന്ന അവസ്ഥ ഉണ്ടാകാറുണ്ട്. അതിനാൽ ഇന്നല്ലാഹ മഅസ്സാബിരീൻ എന്ന് അരുൾ ചെയ്തുകൊണ്ട് അള്ളാഹു വ്യക്തമാക്കുന്നത് ഇതാണ്: പ്രതിസന്ധികളുടെ ഘട്ടത്തിൽ ഉറച്ചു നിൽക്കുകയും ക്ഷമയുടെയും പ്രാർത്ഥനയുടെയും മാർഗങ്ങൾ സ്ഥിരതയോടെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നവർക്ക് മാത്രമേ അള്ളാഹുവിൻ്റെ സഹായം ലഭിക്കുകയുള്ളൂ എന്നാണ്. ഈ ആയത്തിൻ്റെ തഫ്സീർ ഇവിടെ അവസാനിക്കുന്നു. വാഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.